അവിടുന്ന് നന്ദന്റെ ചേച്ചി വിളിക്കണം. മേമ അവർ അന്നേരം പറയാത്ത പോലെ കിട്ടും. ഞങ്ങളെ പഠിച്ച് വലിയ ആളാവും. നിങ്ങളൊക്കെ എങ്ങോട്ട് എങ്ങോട്ട്? ഞങ്ങൾ രണ്ടാളും ഡ്രോയിങ്ങിന് പോകും. അങ്ങനെ രണ്ടുപേരെയും ഡ്രോയിങ് ക്ലാസ്സിലാക്കി ഞങ്ങൾ ഹോസ്പിറ്റൽ വരെ പോയി. ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്ക് രണ്ടുപേരും ഡ്രോയിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരൊരു ടോം ആൻഡ് ജെറി പാർട്ട്നേഴ്സ് ആയതുകൊണ്ട് എപ്പോൾ അടി ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ആ ഒരു ചിന്തയോടെയാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ രണ്ടുപേരും ഹാപ്പി ആയിട്ട് ഡ്രോയിങ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മളെ കാണിക്കാൻ വേണ്ടി എക്സൈറ്റ്മെൻറ്റോടു കൂടിയായിരുന്നു നിൽക്കുന്നുണ്ടായിരുന്നത്. ഡ്രോയിങ്ങിനും ഡാൻസിനുമായിരുന്നു നമ്മൾ വേദുവിന് അഡ്മിഷൻ എടുത്തിട്ടുണ്ടായിരുന്നത്. ഡ്രോയിങ് ക്ലാസ് വരുന്നത് സാറ്റർഡേയും സൺഡേ ആണ് നമ്മൾ ഡാൻസിന് വേണ്ടി ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 3 ഇയേഴ്സായിട്ട് നന്ദൻ ഇവിടെ തന്നെയാണ് ഡാൻസ് പഠിക്കുന്നത്. റീസെൻ്റ് ആയിട്ടാണ് ആൾ ഭരതനാട്യം കംപ്ലീറ്റ് ചെയ്ത് അരങ്ങേറ്റത്തിന് കയറിയിട്ടുണ്ടായിരുന്നത്. വേദു ഡാൻസിന് തുടക്കം കുറിച്ചതുപോലെ നന്ദനയും ഇന്ന് തന്നെയായിരുന്നു മോഹിനിയാട്ടത്തിന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. നന്ദനയ്ക്ക് ഒരു അപ്രിസിയേഷൻ എന്ന രീതിക്ക് നന്ദനയ്ക്ക് ദക്ഷിണ വെച്ച് ഞാനും ഡാൻസിന് തുടക്കം കുറിച്ചു. എന്നതവം ചെയ്തനൈ യശോദ എന്നതവം ചെയ്തനൈ